പരിപാടി എന്നറിയോ? നമ്മ ഇന്ന് ട്രിപ്പിന് പോവാണേ. ട്രിപ്പിന് വേണ്ടി കുറെ സാധനമൊക്കെ കൊണ്ടുവന്നുണ്ട്. പിന്നെ കളിപ്പാട്ടങ്ങൾ വണ്ടിയിലുണ്ട്. കളിപ്പാട്ടം വണ്ടിയുണ്ട്. പിന്നെ ഒരു സാധനം കൂടി കൊണ്ടുപോയിട്ടുണ്ട്, നമ്മുടെ മറ്റേ വീഡിയോ ക്യാമറ. ക്യാമറ ഒരു കാട്ടിച്ചാണ് എല്ലാവർക്കും പുതിയ വീഡിയോക്ക് നമസ്കാരം. നമ്മ ഇന്ന് ഒരു പുതിയ വീഡിയോ ആണ് കേട്ടോ. നമ്മ ഇന്ന് ഒരു ട്രിപ്പിന് പോവാണ്. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പ്. അത് വേണ്ട കൈപ്പാടൊക്കെ വണ്ടി വെച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ചാൽ പ്ലേറ്റും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെ നമുക്ക് എടുത്തു വെച്ച് എങ്ങനെ ചോറ് എന്തെങ്കിലും കഴിക്കുമ്പോൾ ഒന്നും പ്ലേറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ കറിയാണ് പോകുന്നത്. കാര്യങ്ങളൊക്കെ ആള് പറഞ്ഞില്ലേ. അപ്പോൾ കുറച്ച് നാളായി നമ്മൾ യാത്രകളൊക്കെ ചെയ്തിട്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ തൃശ്ശൂരത്തെ പൂരക്കാലം ഉത്സവ സീസണൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ഉത്സവങ്ങളുടെ വീഡിയോകളുടെ പിന്നാലെയായിരുന്നു. അപ്പോൾ ഇനി വീണ്ടും യാത്രകളുടെ വീഡിയോയിലേക്ക്. അപ്പോൾ എല്ലാവർക്കും ശിവസ്മ ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മുടെ ഈ യാത്ര നെല്ലിയാമ്പതി. അപ്പോൾ ദേ പാലക്കാടത്തെ അടിപൊളി ഹൈവേ. നമ്മുടെ സ്പോട്ടായ തൃശ്ശൂരിൽ നിന്ന് യാത്ര പിടിച്ച് ഈ ഹൈവേയിൽ കയറി കുതിരാനൊക്കെ കടന്ന് നമുക്ക് വടക്കാഞ്ചേരി കിട്ടും. വടക്കാഞ്ചേരിയിൽ നിന്ന് ഗോവിന്ദാപുരം റൂട്ട് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നെന്മാറ കിട്ടും. നെന്മാറിൽ നമുക്ക് നെല്ലിയാമ്പതിയിലെ നെയിം ബോർഡ് കാണാം. അങ്ങനെയാണ് തിരുവനന്തപുരം തൊട്ട് തൃശ്ശൂർ വരെയുള്ള ജില്ലക്കാർക്ക് ഇവിടേക്ക് പോകാനുള്ള റൂട്ട് വരുന്നത്. ഇതിൽ പാലക്കാടിന് ചേർന്ന് കിടക്കുന്ന ജില്ലകൾക്ക് വൺ ഡേ ട്രിപ്പ് പോയി വരാൻ പറ്റിയത്. പിന്നെ എല്ലാ വീഡിയോയും പോലെ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. അത്യാവശ്യം ഭാഗങ്ങളും അത്യാവശ്യം കാര്യങ്ങളും. നെല്ലിയാമ്പതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൺ ഡേ തന്നെ കറങ്ങാനുള്ളൂ. അതായത് നമ്മൾ കാലത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെയുള്ള കാഴ്ചകളുള്ളൂ ഇവിടെ. ഇനി അഥവാ നമ്മൾ ലേറ്റായി എത്തുകയാണെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. പിന്നെ മറ്റ് ടൂറിസ്റ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് അധികം സ്റ്റേക്കുള്ള സൗകര്യം അവിടെ ഇല്ല. നമ്മൾ കണ്ടിടത്തോളം അങ്ങനെയായിരുന്നു. പിന്നെ ഉള്ളേരിയയിലൊക്കെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും മൊത്തത്തിൽ കുറവാന്ന് തോന്നുന്നുണ്ട്. പിന്നെ നല്ല ചൂട് ടൈമിൽ പാലക്കാടത്തെ ആ ഒരു ചൂട് അവിടെ ഉണ്ടാവുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പിന്നെ അവിടെ ഹൈ റേഞ്ച് ആയതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ഒരു ചൂടില്ലാത്ത കാലാവസ്ഥ. പിന്നെ കാഴ്ചകളിൽ നമുക്ക് അധികം തേയിലത്തോട്ടങ്ങൾ, അതും നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങൾ കേട്ടോ. നല്ല പച്ചപ്പുള്ള നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന തേയിലത്തോട്ടങ്ങളാണ്. ശരിക്കും അവിടെ എത്ര നല്ല തേയിലത്തോട്ടങ്ങൾ പ്രതീക്ഷിക്കില്ല കേട്ടോ. തേയിലത്തോട്ടങ്ങളുടെ കാര്യത്തിൽ അടിപൊളിയാണ്. നമുക്ക് സമാധാനമായിട്ട് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ലൊക്കേഷൻ. പിന്നെ വേറെ ഏതെങ്കിലും കാപ്പിത്തോട്ടങ്ങൾ വലിയൊരു ഭാഗമുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അതിൻ്റെ വീഡിയോകളൊക്കെ നല്ല ഭംഗിയായി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നാലെ വരും. പിന്നെ നോക്കിയേ നമ്മുടെ പാലക്കാട് ഹൈവേ എന്ത് ഭംഗിയല്ലേ. അതിൻ്റെ സൈഡ് കാഴ്ചകളൊക്കെ കാണാൻ നല്ല മലനിരകളും പാടങ്ങളും കരിമ്പനകളും കണ്ടു പോകാൻ പറ്റിയ ഒരു ഹൈവേ. ഹൈവേകളിൽ വെച്ചിട്ട് ഈ പാലക്കാട് ഹൈവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് കൂടെ ഒരു ഹൈവേ. സാധാരണ റോഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് സൈഡ് കാഴ്ചകളൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഹൈവേ ഡ്രൈവിങ്ങിൽ നല്ല റിലാക്സ് കിട്ടും നമുക്ക്. അപ്പോൾ വണ്ടിയൊക്കെ നമുക്ക് സുഖമായിട്ട് ഓടിക്കാം, കാഴ്ചകളൊക്കെ കാണാം. പക്ഷേ അതിനുള്ള പണം നമ്മൾ വടക്കാഞ്ചേരി കൊടുക്കണം കേട്ടോ. എന്നുവെച്ചാൽ വടക്കാഞ്ചേരി എത്തുന്നതിന് മുമ്പ് നമുക്ക് ടോൾ ബൂത്ത് കിട്ടും. അപ്പോൾ കാശ് കുറച്ച് കിട്ടാൻ ഫാസ്റ്റാഗൊക്കെ ക്ലിയർ ചെയ്ത് പോവുക. പിന്നെ നെല്ലിയാമ്പതിക്ക് പോകാൻ വടക്കാഞ്ചേരി എത്തുമ്പോൾ നമ്മുടെ റോഡ് മാറണം. അതായത് അവിടെ നിന്ന് ഗോവിന്ദാപുരം റൂട്ട്. അപ്പോൾ ദേ നമ്മുടെ കുതിരാൻ തുരങ്കം. ഈ തുരങ്കം കാണുമ്പോൾ നമുക്ക് എന്തൊരു ആശ്വാസമല്ലേ. പണ്ടത്തെ ആ റോഡൊക്കെ വെച്ച് നോക്കുമ്പോഴേ ബ്ലോക്കും കാര്യങ്ങളില്ല. നമ്മളിതുപോലത്തെ യാത്രകൾ നടത്തുമ്പോഴേ അവിടെയൊക്കെ കെട്ടിക്കിടക്കണമെങ്കിൽ ആ യാത്രയുടെ സുഖം പോയി. അപ്പോൾ ടോളൊന്നും കൊടുക്കണമെന്ന് യാതൊരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട ഈ ഒരു കാര്യത്തിൽ. ഇപ്പോൾ ദേ വയനാട്ടിലേക്കും ഇപ്പോൾ ഒരു തുരങ്കം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും വികസനം ഉണ്ടാവട്ടെ, നമ്മുടെ നാടൊക്കെ നന്നാവട്ടെ. പരമാവധി നമ്മുടെ പ്രകൃതിയൊക്കെ നശിപ്പിക്കാത്ത തരത്തിൽ വികസനങ്ങൾക്ക് മുന്നോട്ട് പോട്ടെ. നമുക്കിത് രണ്ടും വേണം, പ്രകൃതിയും വേണം, സൗകര്യങ്ങളും വേണം. പിന്നെ നമുക്ക് റൂട്ട് പോകുമ്പോഴേ നമുക്ക് നല്ല 2 ഡാമുകൾ കിട്ടുന്നുണ്ടാവും. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് പീച്ചി ഡാം, പിന്നെ മംഗലം ഡാം. അത് നമുക്ക് ഈ വഴിക്ക് പോകുമ്പോൾ നെയിം ബോർഡിൽ കാണാം. അപ്പോൾ നമുക്ക് ഈ റൂട്ട് പിടിക്കുമ്പോൾ ഇതും കൂടി പരിഗണിക്കുക. അത് നമുക്ക് ഈ റൂട്ട് വരുമ്പോൾ ഇതിൽ നേരത്തേക്ക് വരണമെങ്കിൽ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. ഇതിൽ മംഗലം ഡാം ഉണ്ടല്ലോ, അത് നല്ല സൂപ്പറാണ്, കാണാൻ നല്ല കാഴ്ചകളുണ്ട്. അപ്പോൾ ദേ നെന്മാറ ടൗൺ. നെന്മാറ ടൗണിൽ നിന്ന് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ ആ റോഡാണ് കാണുന്നത്, നെല്ലിയാമ്പതിക്കുള്ള റോഡ്. അതായത് നമ്മൾ നെന്മാറ ടൗൺ എത്തി കഴിഞ്ഞാൽ നെല്ലിയാമ്പതിക്കുള്ള നെയിം ബോർഡ് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ നെല്ലിയാമ്പതി റോഡിലേക്ക് കടന്നു. പിന്നെ പോത്തുണ്ട് ഡാമില്ലേ, അവിടേക്കൊക്കെയുള്ള റൂട്ട്. അപ്പോൾ വേറൊരു കാര്യം, നെല്ലിയാമ്പതിക്ക് മുമ്പ് അത് പോത്തുണ്ട് ഡാം മെയിൻ ഉണ്ടാ. എന്നുവെച്ചാൽ പോണ വഴിക്ക് തൊട്ട് സൈഡിൽ തന്നെ പോത്തുണ്ട് ഡാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വൺ ഡേ പോകണമെങ്കിൽ നമുക്ക് ഈ പോത്തുണ്ട് ഡാം നെല്ലിയാമ്പതിയും കണ്ടുവരാൻ പറ്റുള്ളൂ. ടൂടാണെങ്കിൽ മാത്രമേ നമുക്ക് ആ നേരത്തെ പറഞ്ഞ 2 ഡാമും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ നെല്ലിയാമ്പതി റോഡിൽ കടന്നാലേ നല്ല നല്ല കാഴ്ചകൾ കിട്ടുന്നുണ്ടാകും. അതെന്ന് വെച്ചാൽ കുറേ നല്ല ഭംഗിയുള്ള പാലക്കാട് നല്ല പാടശേഖരങ്ങളും അതിനോട് ചേർന്ന നെല്ലിയാമ്പതി മലനിരകളും കണ്ടു തുടങ്ങും.
അപ്പോൾ നമ്മൾ ഈ റൂട്ട് പോയി അവസാനം നെല്ലിയാമ്പതി കയറുന്ന മുമ്പ് നമുക്കൊരു ചെക്ക് പോസ്റ്റ് കിട്ടും. അപ്പോൾ ആ ചെക്ക് പോസ്റ്റത്തോടെ നമ്മൾ വീഡിയോ നിർത്തണം. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെറിയ വീഡിയോ ആണ്, വല്ലാണ്ട് ലോങ് വീഡിയോ ഒന്നും ഇപ്പോൾ ആരും കാണില്ല. ചെറിയ ചെറിയ വീഡിയോകളായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി ഇവിടെ നിങ്ങളുടെ അടുത്ത വീഡിയോകൾ വരുന്നത് നല്ല രസകരമായ സംഭവമാണ്. എന്ന് വെച്ചാൽ തേയിലത്തോട്ടം കടയിലെ പുള്ളിപ്പുലിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാനിടയിൽ നല്ല രസകരമായ സംഭവം കേട്ടോ. അതുപോലെ മഴയൊക്കെ പെയ്തോടെയാണെങ്കിൽ കോടൊക്കെ വീണ് നല്ല ഭംഗിയായിട്ടാണ് നെല്ലിയാമ്പതി. അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് എത്താൻ ശിവസ്മൻ ചാനലൊന്ന് സബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ ചെക്ക് പോസ്റ്റ് എത്തി. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഉണ്ട്.